പിണറായി പറഞ്ഞതിനെ പിന്തുണയ്ക്കും. രമേശിനെ അതിൻ്റെ വിദൂര വ്യാഖ്യാനത്തെപ്പറ്റി പോലുമുള്ള ആശങ്കയാൽ എക്സ്പെൻഡ് ചെയ്ത് ആ രേഖകളിൽ നിന്ന് മായ്ച്ചു കളയുന്നു. എന്താണ് സ്പീക്കറുടെ നടപടിയുള്ള താങ്കളുടെ വിലയിരുത്തൽ? അത് ഈ സ്പീക്കർമാർ പലതരക്കാരുണ്ട്. ഇപ്പോൾ ശക്തൻ നാടാരും കഴിഞ്ഞ സഭയിൽ സ്പീക്കറായിരുന്നു, ജി കാർത്തികേയനും സ്പീക്കറായിരുന്നു. അവരുടെ പെരുമാറ്റ രീതിയിൽ അവർ റൂളിംഗ് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു, വേണമെന്ന് ഓർമ്മയില്ലേ? ഇത് ഒരുപക്ഷെ VM സുധീരനെ പോലൊരാളായിരുന്നു സ്പീക്കറെങ്കിൽ ഇത് ഈ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് നീതിനിഷ്ഠമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുമായിരുന്നു. ശ്രീരാമകൃഷ്ണൻ നമുക്കറിയാം, അദ്ദേഹം CPMൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ മാത്രമാണ്. പരമോന്നത നേതാവായ പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് അനുസരിക്കാനല്ലാതെ ഇദ്ദേഹത്തിന് സാധിക്കുകയില്ല. പിണറായി വിജയൻ്റെ പരാമർശം സഭയിൽ നിന്ന് സഭാ നടപടിയിൽ നീക്കം ചെയ്താൽ പിന്നെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുമോ? വീണ്ടും എന്തീ പറഞ്ഞത്? നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു വേണ്ടി ഈ പ്രശ്നങ്ങളെ സമീപിക്കാൻ. ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ ഈ പ്രതിപക്ഷക്കാരുടെ കഴിവില്ലായ്മ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. സ്പീക്കർക്ക് നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്, പക്ഷേ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കുമുണ്ട്. ഞാൻ വളരെ പഴയ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അനിൽ അക്കരെ ഇത് ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ താല്പര്യപ്പെടുന്നു. ഇത് വളരെ പഴയ കാര്യമാണ്. ശ്രീമൂലം പ്രജാ അസംബ്ലിയുടെ കാലത്ത് അന്ന് ശരിക്കും ഇരട്ടച്ചങ്ക ഉണ്ടായിരുന്ന നമ്മുടെ സാർ CP രാമസ്വാമിയർ, സജിബോത്തമൻ CP ആയിരുന്നു ഇതിൻ്റെ ഭരണാധികാരി. അദ്ദേഹം നിയമസഭയിൽ സംസാരിക്കുന്ന വേളയിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ സംബന്ധിച്ച്, അന്ന് നാഷണൽ കോൺഗ്രസ് ഇല്ല, സ്റ്റേറ്റ് കോൺഗ്രസ്സാണ്, സോ കോൾഡ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പരാമർശിച്ചു. ഇത് കേട്ട് കോൺഗ്രസ്സുകാർ പ്രകോപിതരായി ഈ പരാമർശം പിൻവലിക്കണം എന്ന് പറഞ്ഞു. അതൊരു അപകീർത്തികരമായ പരാമർശമാണ്. അപ്പോൾ ദിവാൻ അതിങ്ങനെ വ്യാഖ്യാനിച്ചു, സ്റ്റേറ്റ് കോൺഗ്രസ് കോൾഡ് സോ എന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ്സുകാർ അവിടെ ഇരുന്നു, മിണ്ടിയില്ല. അത് കഴിഞ്ഞ് സാക്ഷാൽ പട്ടം താണുള്ള സാർ എഴുന്നേറ്റു. അദ്ദേഹം ആദ്യാവസാനം സോ കോൾഡ് ആയിരുന്നു. സോ കോൾഡ് ട്രാവൻകൂർ ദിവാൻ, സോ കോൾഡ് ഹൈനസ്, സോ കോൾഡ് പേഷ്കാർ, സോ കോൾഡ് തഹസീൽദാർ, സോ കോൾഡ് വില്ലേജ് ഓഫീസർ, സോ കോൾഡ് പ്യൂൺ. അപ്പോൾ രാമസ്വാമി അയ്യർക്ക് വയറ് നിറഞ്ഞു, പുള്ളിക്ക് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. ഇതാണ് സത്യത്തിൽ കോൺഗ്രസ്സുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷേ അന്ന് പട്ടം താണുള്ളായിരുന്നു, ഇവിടെ കാലിൽ കൊലുസിട്ട രമേശ് ചെന്നിത്തലയായി പോയി. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സാർ, ഇതേപോലൊരു തിരിച്ചടിയാണ് നാളെ ഇവർ പ്ലാൻ ചെയ്യുന്നത്, പ്രതിപക്ഷം. അതെ, അത് അവർ ചെയ്യേണ്ട കാര്യമുള്ളൂ, ഇപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല, പക്ഷേ ശ്രീരാമകൃഷ്ണൻ എന്തുകൊണ്ടാണ് അമിതമായ ഉത്കണ്ഠ ഒരു കാര്യത്തിൽ മാത്രം തോന്നുന്നത്? എന്തുകൊണ്ട് ഈ പറയുന്ന രൂപത്തിൽ പ്രതിപക്ഷ നേതാവ് ഇനി വിചാരിച്ചിട്ടില്ലെങ്കിൽ പോലും അത്ര മനഃശാസ്ത്രപരമായ അപഗ്രഥനം കൂടെ നടത്തിയിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതത്തെപ്പറ്റി അവിടെ ഇരുന്ന് വിചാരം കൊള്ളുന്നതും ഈ പറയുന്ന ജാഗ്രതയോടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും? അദ്ദേഹം പ്രതിനിധിക്കുന്ന പാർട്ടിയുടെ മുഖപത്രത്തിന് അതൊന്നുമില്ല, അതിലൊന്നും ഒരു തകരാറുമില്ല. ഇവിടെ ഒരു കൃത്രിമമായ നിയന്ത്രണം പ്രതിപക്ഷത്തിന് മേൽ സാമൂഹ്യ ഉത്കണ്ഠയുടെ അലങ്കാരപ്പണിയോടുകൂടി ശ്രീരാമകൃഷ്ണൻ നടത്തുന്നുണ്ടോ? ചോദ്യനോടാണോ? അതെ സർ, തീർച്ചയായിട്ടും. ഇവിടെ ശ്രീരാമകൃഷ്ണൻ്റെ ഉത്കണ്ഠയുടെ കാരണം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിനാണ് കാരണം. ശ്രീരാമകൃഷ്ണൻ ഒരു ഡമ്മി സ്പീക്കറാണ്, മനസ്സിലായില്ലേ? ഡമ്മി സ്പീക്കറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ റൂളിംഗ് നടത്താൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ പോലുള്ള സ്പീക്കർമാർ മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമാണ് നമുക്ക് ആകെ സമാധാനമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് അധികം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്പീക്കർക്ക് എക്സ്പെൻഡ് ചെയ്യാവുന്ന എന്ത് കാര്യങ്ങളാണ്? അൺപാർലമെൻ്ററി ആയിട്ടുള്ള പരാമർശങ്ങൾ, അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ വഴിയുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ TS ജോൺ സാർ സ്പീക്കറായിരിക്കുന്ന കാലത്ത് ഒരു മെമ്പർ വേറൊരു മെമ്പറോട് പറഞ്ഞു തെമ്മാടിത്തരം പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ തെമ്മാടിത്തരം പാർലമെൻ്ററി ആണോ അല്ലയോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ ജോൺ സാർ പറഞ്ഞു തെമ്മാടിത്തരം എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ആ വാക്ക് പാർലമെൻ്ററി ആണ്, അത് ഞാൻ നീക്കം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഇനി വേറൊരു ഘട്ടത്തിൽ AC ജോസഫ് സ്പീക്കറായിരിക്കുന്ന സമയത്ത് നമ്മുടെ K അനിരുദ്ധൻ, നമ്മുടെ സമ്പത്ത് MP പിതാവ്, അടുത്ത കാലത്ത് അന്തരിച്ച സഖാവ് K അനിരുദ്ധൻ, അന്നത്തെ സ്പീക്കറായിരുന്ന ശ്രീമതി ജ്യോതി വെങ്കടാചലത്തെ ഉദ്ദേശിച്ച് ആ തള്ള എന്ന് പരാമർശിച്ചു. അത് വിവാദപരമായി. ഈ അഹമ്മദ് TM ജേക്കബൊക്കെ ചാടി എഴുന്നേറ്റ് സ്പീക്കറെ കുറിച്ച് തള്ള എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അനിരുദ്ധൻ പറഞ്ഞു, സാർ തള്ള എന്ന് പറയുന്നതിൽ തെറ്റായിട്ട് യാതൊന്നുമില്ല, ഞാൻ ബഹുമാനപൂർവ്വമാണ് ഈ വാക്ക് ഉപയോഗിച്ചത്, എനിക്ക് സ്പീക്കറോട് വലിയ ബഹുമാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ ജോസി ചേട്ടൻ അതിന് റൂളിംഗ് കൊടുത്തത് ഇങ്ങനെയാണ്, തള്ള എന്ന വാക്ക് പാർലമെൻ്ററിയാണ്, പക്ഷേ ബഹുമാനപ്പെട്ട സ്പീക്കറെ ഉദ്ദേശിച്ച് അങ്ങനെ പറയുമ്പോൾ ഈ സഭാ നടപടിയിൽ കാണുകയില്ല എന്ന് പറഞ്ഞ് അത് എക്സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നിയമസഭാ രേഖകൾ എടുത്ത് നോക്കിയാൽ കാണാം, അവിടെ 4 നക്ഷത്ര ചിഹ്നങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ശരി, ഇത് അങ്ങനെയുള്ളതേ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു മെമ്പർ പറഞ്ഞ കാര്യം, അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പ്രസംഗം അങ്ങനെ പാടെ എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? എന്താ അസംബന്ധമാണ് ഇത്?